അമ്മേ, എന്താ മോളെ, എന്താ ഉണ്ടായേ? എന്തിനാ നീ കരയണേ? കരയേണ്ട കാര്യം പറഞ്ഞിയേ. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. വിചാരിച്ച പോലെ അമ്മ നാട്ടിൽ പോവും. മനസ്സിൽ കരുതിയ കാര്യങ്ങളൊക്കെ നടത്തും. ഈ മോക്ക് ജീവനുണ്ടെങ്കിൽ അമ്മയെ നാട്ടിൽ കൊണ്ടുപോകും ഞാൻ. അപ്പൊ വിശ്വം ബോംബെയിലാവും വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഏട്ടൻ എന്തോ ഒരു വലിയ കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച്, അവരെല്ലാരും കൂടി അങ്ങോട്ട് പോവോ അത്രേ. അമ്മയ്ക്ക് വേണ്ടി അത് മാറ്റിവെക്കാന്ന് വെച്ചാ പ്രധാനപ്പെട്ട കോൺഫറൻസ് ആണത്രേ. കമല ചേച്ചിയോട് ബുധനാഴ്ച തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു ഞാൻ. അവര് പൊയ്ക്കോട്ടെ, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. നമുക്ക് അമ്മയെ ഞാൻ കൊണ്ടുപോകും. നമുക്ക് ഒരുമിച്ച് പോകാം നമ്മുടെ നാട്ടിലേക്ക്. അമ്മ വിഷമിക്കരുത്. എല്ലാം അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. ഞാൻ നടത്തും. ഏറ്റവും അടുത്തൊരു ദിവസം ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക്. അമ്മ വിഷമിക്കരുത്. അത് കണ്ടു നിൽക്കാൻ വയ്യ എനിക്ക്. എല്ലാ ഒരുക്കങ്ങളും അതുപോലെ തന്നെ നടക്കട്ടെ. ഇനി അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനിയൊരു മോഹം തന്നമ്മയെ ഞാൻ വിഷമിപ്പിക്കില്ല, സത്യം. സാരമില്ല, നടക്കാത്ത കാര്യത്തിന് നീ വെറുതെ കഷ്ടപ്പെടണ്ട. ഒന്നും സാരമില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. ദേവനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇക്കാര്യം. ഇതിലാരുടെ എതിർപ്പും എനിക്ക് പ്രശ്നമല്ല. നമ്മൾ പോവാൻ പോണു ഈ യാത്ര. സാറയോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. അത് ഉറപ്പിച്ചോളൂ അമ്മ. ഞാൻ പറയുമ്പോൾ അമ്മയ്ക്കെന്താ വിശ്വാസമാവാത്ത പോലെ? അമ്മയ്ക്ക് അറിയില്ല എന്നെ. പഴയ പിടിവാശിക്കാരി. പാവം എൻ്റെ കുട്ടി. ഒരു കാര്യം പറയുമ്പോൾ മുൻപും പിൻപും ചിന്തിക്കുന്ന സ്വഭാവമില്ല. ഇപ്പോഴും ദേവരാജൻ പറയണ പോലെ ബുദ്ധിയോടെ ആലോചിച്ച് തീരുമാനിക്കണം. അല്ലെങ്കിൽ ചെയ്യണതും പറയണതും ഒക്കെ തെറ്റായിപ്പോവും. തിരുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു തെറ്റ് നിങ്ങളുടെ സന്തോഷത്തിനിടയിൽ അമ്മയ്ക്ക് അങ്ങനെ ഒരു തെറ്റാവാൻ വയ്യ. ഈ ആവേശം കളഞ്ഞ് സമാധാനമായിട്ട് ആലോചിച്ച് നോക്കിയ അമ്മ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും നിനക്ക്. യോഗമില്ല എനിക്ക്. സമാധാനമായിട്ടുള്ളൊരവസാനത്തിന് യോഗമില്ല എനിക്ക്. Bye, Sonia. എവിടെയായിരുന്നു നീ ഇത്രയും ദിവസം? I'm sorry, Mom. അമ്മയോട് ചോദിച്ചാ ഒരിക്കലും പെർമിഷൻ കിട്ടില്ല. I had to go, Mom. Sorry. See, I have the trophy. The unanimous winner. തോന്നിവാസം കാണിച്ചു വന്ന അഹങ്കാരം പ്രസംഗിക്കുന്നു. എങ്ങനെ ധൈര്യം വന്നു നിനക്ക്? Oh, please, Mom. Don't create a scene now. I already told you. എന്നോട് ആജ്ഞാപിക്കാൻ മാത്രം അത്രയ്ക്ക് വലുതായോ നിങ്ങളൊക്കെ? എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാറായെങ്കിൽ പിന്നെ എനിക്കെന്താ ഈ വീട്ടിലെ സ്ഥാനം?
നിന്റെ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ സുജയും. ഇങ്ങനെ ഒരുമ്പിട്ടിറങ്ങാൻ അവക്ക് തോന്നിയിട്ടില്ലല്ലോ. എന്റെ വയറ്റിൽ തന്നെ ജനിച്ചതല്ലേടി നീയും. എന്നിട്ടെന്താ നീ ഇങ്ങനെയൊക്കെ പോയത്? Because you don't have guts. അമ്മയുടെ ഇഷ്ടത്തിന് സ്വന്തം ഇൻട്രസ്റ്റ് സാക്രിഫൈസ് ചെയ്യാൻ ചേച്ചിക്ക് പറ്റുമായിരിക്കും. I'm not for that. ലേക്ക് നീ മുറിയിലേക്ക് പോ. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. No. തല്ലാനും കൊല്ലാനും അനുസരിപ്പിക്കാനും മാത്രമല്ല മക്കളെ വളർത്തുന്നത്. You can never understand, Mom. I don't even care. എന്താ നീ പറഞ്ഞത്? എന്തോ ഒന്നുകൂടെ പറ. No, Mom. No more of this, Mom. ഇനി എന്റെ നേർക്ക് കൈ ഓങ്ങിയാൽ I'll call the police. അതിന് കൂടി ഇടവരുത്തണ്ട. Don't you think so, Mom? Just let me live my life. എന്റെ ലൈഫിൽ ആവശ്യമില്ലാതെ ആരും ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ അമ്മയാണെങ്കിലും. Did you get that, Mom? അമ്മേ, ഇത്ര പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് പറ്റിയത്? ഇന്നലെ വരെ എന്ത് സന്തോഷത്തിലായിരുന്നു. ഇങ്ങനെ കിടപ്പിലാവാൻ എന്താ ഉണ്ടായതിവിടെ? മോളെ, വെള്ളം. കുടിച്ചാട്ടെ. പ്രയാസപ്പെടാനുള്ള ഒരു കാര്യവും ഇല്ല. സേതുവിനെ കണ്ട് എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. നാട്ടിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും മടങ്ങിപ്പോകാനുള്ള ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെയും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നമുക്ക്. നമ്മുടെ ജോലിക്കാരില്ലേ അവിടെ. അമ്മയ്ക്കും സേതുവിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. അതുപോലെ അമ്മയ്ക്ക് ആഗ്രഹിച്ചതുപോലെ സമാധാനമായിട്ട് പോയിട്ട് വരണം അമ്മ. എൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് ഈ സദനത്തിലേക്ക് ഞാൻ വന്നത് എന്തിനാണെന്ന് മറന്നു നിങ്ങളെല്ലാവരും. ഞാൻ കാരണം അവരുടെ ലോകത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. നല്ലൊരു കുടുംബമായിട്ട് സ്നേഹമായിട്ട് അവരെന്നും ജീവിക്കണം. അതാ എൻ്റെ ആഗ്രഹം. ഇപ്പോഴും അതുതന്നെ ഉള്ളൂ എനിക്ക്. ഈ യാത്ര കൊണ്ടില്ലാതാവുന്നത് അവരുടെ കുടുംബത്തിൻ്റെ ഭദ്രതയാ. ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പോഴും ബാക്കിയുണ്ട് എനിക്ക്. എന്നേക്കാൾ നന്നായി മോൾക്കറിയാമല്ലോ അത്. അപ്പോ അങ്ങനെ ഒന്നിന് ഞാൻ കൂട്ടു നിൽക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഏതമ്മയ്ക്ക് സാധിക്കും അത്? പിറന്ന മണ്ണും വിശ്വാസവും മോക്ഷവും ഒക്കെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്. അങ്ങനെ വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഓർത്തു നോക്കുമ്പോൾ അതുതന്നെയാണ് സത്യം. ഒക്കെ വെറുമൊരു മായ. അപ്പോ അമ്മ നാട്ടിലേക്ക് പോകുന്നില്ലെന്നാണോ? ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിക്കുകയാണ്. അമ്മയെന്ന നിലയിൽ അത്രയെങ്കിലും എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് എനിക്ക്. ഒരു കടമായിട്ട് അത് ബാക്കി വയ്ക്കണ്ട. അമ്മ കിടന്നോളൂ. ഇതൊക്കെ പിന്നീട് സംസാരിക്കാവല്ലോ നമുക്ക്. പിന്നീട് ഒരു പക്ഷേ ഇതുപോലൊരവസരം ഉണ്ടായില്ലെങ്കിലോ? ജന്മം കൊടുത്ത മക്കളും നാടും കുടുംബവുമൊക്കെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് അഭയം തന്നത് മോളാണ്. എങ്ങനെയാണ്, എന്താണ് ഞാൻ നിനക്ക് തിരിച്ചു തരേണ്ടത്? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ വയ്യാത്ത കിടപ്പില് വെറുതെ തോന്നുന്നതാ അമ്മയ്ക്ക്. അമ്മയെ ഒന്ന് നാട്ടിൽ കൊണ്ടുപോയത് കൊണ്ട് സേതുവിനൊന്നും വരാനില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് ദേവന്. അമ്മ കിടന്നാട്ടെ. നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഈ ദുശ്ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറും. സമാധാനമായിട്ട് പ്രാർത്ഥിച്ചു കിടന്നാട്ടെ. മോളെ, എന്താ അമ്മേ? പുരാണത്തിലൊരു കഥയുണ്ട്. നാളേക്കെന്ന് പറഞ്ഞ് ഒന്നും മാറ്റിവെക്കരുതെന്ന്. നല്ലത് വരട്ടെ, സന്തോഷം മാത്രം ഉണ്ടാവട്ടെ മോളുടെ ജീവിതത്തിൽ. ആരുമില്ലാത്ത ഈ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് നല്ല നിമിഷങ്ങൾ തന്നതിന് ഈ അനുഗ്രഹമല്ലാതെ വേറൊന്നും തരാനില്ല ഈ അമ്മയ്ക്ക്. മോളെ. എന്താ അമ്മേ? ഒന്നുമില്ല, ധാരാളം തിരക്കുള്ളതല്ലേ സാറയ്ക്ക്.
പൊയ്ക്കോളൂ. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. വിചാരിച്ച പോലെ അമ്മ നാട്ടിൽ പോവും. ആരെയും ബുദ്ധിമുട്ടിക്കണ്ട നമുക്ക്. അമ്മയെ ഞാൻ കൊണ്ടുപോകും. നമുക്ക് ഒരുമിച്ച് പോവാം നമ്മുടെ നാട്ടിലേക്ക്. Madam, where do you want to go? സ്ട്രേറ്റ്. Madam, this is the place you said. ഹൗ മച്ച്? $100. You don't have money? നോ, ഐ ഹാവ് നോ ക്യാഷ്. What the hell is this?
രാവിലെ തുടങ്ങി. ഹലോ. ഹലോ സാറേ മാഡം, യെസ്. സേതു മാഡത്തിന്റെ അമ്മയെ കാണാനില്ല. വാട്ട്? അതെ മാഡം, ഇവിടെ ഇനി എവിടെ നോക്കാൻ ബാക്കിയില്ല. ഷീസ് മിസ്സിംഗ്. ഹൗ കം ദിസ് ഹാപ്പൻ? വേർ വാസ് ദ സെക്യൂരിറ്റി? ഐ ഹാവ് നോ ഐഡിയ. നോ. സേതുവിനോട് ഞാൻ വിളിച്ച് ചോദിച്ചോളാം. യു ഇൻഫോം ദ മാറ്റർ ടു ദ പോലീസ് ഇമ്മീഡിയറ്റ്ലി. ഞാനിതാ വരുന്നു. ഓ മൈ ഗോഡ്. ഇറങ്ങ സേതു. എങ്ങോട്ടാണ് സാറാ? ഈ വീട് എനിക്കിത് എന്റേതാണെന്ന് തോന്നുന്നില്ലല്ലോ. അതിന് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് എന്താ ഫലം സേതു? അമ്മയുടെ വിധി അതങ്ങനെയായിരുന്നു എന്ന് കരുതിയാൽ മതി. ഇറങ്ങ, വരൂ. വാ. Happens, Mom. It's okay. വരൂ. It's okay, Dad. കരഞ്ഞോളൂ. മനസ്സിലെ വിഷമം മുഴുവൻ കരഞ്ഞു തീർക്ക. ഈ മുറിയില് ഇനി ഒരിക്കലും അമ്മ ഉണ്ടാവില്ല.
അമ്മയ്ക്ക് വേണ്ടി എനിക്കതുകൂടി ചെയ്യാൻ പറ്റിയില്ലല്ലോ സാറ. അമ്മ എനിക്ക് മാപ്പ് തരുമോ സാറ? അയാള് മാത്രമാണ് കാരണം. പക്ഷെ എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, ഒരിക്കലും. അയാള് മാത്രമാണ് കാരണം. ഈ ജന്മം അയാൾക്ക് മാപ്പില്ല. Please, Amma, sit down. Please. അമ്മേ. അമ്മയ്ക്കൊന്നുമില്ല, മക്കള് കഴിക്ക. നിനക്കെങ്ങനെ എന്നെ കുറ്റപ്പെടുത്താനാവും? ഐ എം നോട്ട് റെസ്പോൺസിബിൾ. ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദിസ് സിധു. സിധു പ്ലീസ്. വിളമ്പരുത്, എനിക്ക് വിളമ്പരുത്. Can you stop this? For heaven's sake, it sucks here. ഈ വീട്ടിൽ ജീവിച്ചാ എനിക്ക് പ്രാന്ത് പിടിക്കും. ലേഖ. Lekha, listen to me. Don't go. എങ്ങോട്ടാ പോന്നേ? ലേഖ പറയുന്ന കേക്ക്. Don't go. ലേഖ. ഒക്കെ എത്ര നിസ്സാരാണെന്ന് തോന്നുക. എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ കിടന്ന് പാടുപെടുന്നു. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുന്നു. ഒക്കെ ഒടുക്കം ഇങ്ങനൊരു ദിവസം അവസാനിക്കും. ആ അമ്മ പാവമായിരുന്നു. ഒരിക്കൽ ദേവസാറിൻ്റെ കൂടെ വീട്ടിൽ പോയപ്പോൾ എന്നെ അടുത്ത് വിളിച്ചിരുത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നാട്ടിൽ ഉമ്മേനെ വിഷമിപ്പിക്കരുത്, പെങ്ങന്മാരെ നല്ല നിലയിൽ കെട്ടിച്ച് വിടണം എന്നൊക്കെ. ഇങ്ങനൊരു ദുർവിധി വരാൻ പാടില്ലായിരുന്നു. മരിക്കുന്നത് മുന്നിൽ കണ്ടതുപോലായിരുന്നു അത്രേ അവസാന ദിവസത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ. മരിച്ചതാണെന്ന് ആര് പറഞ്ഞു? കൊന്നതാ. നിസാർ. അത് തന്നെ, വേദനിപ്പിച്ച് നരയിപ്പിച്ച് പിന്നെ ആശ്വസിപ്പിക്കുന്ന നാടകം കാട്ടി അങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നു. ആ സൈസിലുള്ള ഒരുപാട് മക്കളുണ്ട് ഈ അമേരിക്കയിൽ. അവർക്കും മക്കളുണ്ടാവും, അവരും വലുതാവും, എല്ലാവർക്കും വയസ്സും ആവും. പാവം സേതു ചേച്ചി. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ. നമ്മളൊക്കെ ഇടാൻ മണ്ടന്മാർ ചങ്കിനകത്ത് കല്ലും കയറ്റി വെച്ച് ജീവിക്കണം. എങ്കിൽ ആളായ നെഞ്ച് വിരിച്ച് നടക്കാം, അല്ലെങ്കിൽ പട്ടിയെ പോലെ ഇരന്ന് ജീവിക്കണം. അതാ ലോകം. നിസാറേ, എനിക്കെൻ്റെ അമ്മയൊന്ന് ഫോൺ ചെയ്യണം. അവിടെ തനിച്ചാ എൻ്റെ അമ്മ.
Come in. അമ്മേ പോയി കിടക്കമ്മേ. 2 ദിവസമായില്ലേ അമ്മ ശരിക്കും ഉറങ്ങിയിട്ട്. വാ വാ അമ്മേ. മോളെ മോളെ Can I stay with you today, Dad? I feel so insecure. അച്ഛൻ്റെ ഈ മോക്ക് വല്ലാതെ പേടി തോന്നുന്നു. നോ നമ്മുടെ ഈ വീട്ടിലേക്ക് ഇരുട്ട് കയറി വരുന്നത് പോലെ ഉണ്ട്. മോളെ ഡോണ്ട് വറി ഐ ആം ഹിയർ ഫോർ യു യു ആർ മൈ ചൈൽഡ്. Kathy, you make sure we have the agenda clear before them. I don't want any hassles during the meeting. Yes, Devin. I'll be talking to Edward today. We have to clinch this deal somehow. We can't afford to lose this time. Agree? Yes. മേ കം ഇൻ സർ? Yes, Anand. Please come. Take your seat. താങ്ക് യു സർ. ഞാൻ നാളെ കാനഡ വരെ ഒരു ടൂർ പോകുന്നു for a week. And I am handing over the entire charge of VBCon project to you. നീ ആയിരിക്കും ഇനി ആ പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തിരിച്ചു വരുന്നവരെ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റും കേൾക്കാൻ പാടില്ല. അത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് ഇൻ എ മെസ് റൈറ്റ് നൗ. യെസ് സർ, ഐ ക്യാൻ മാനേജ്. I like that confidence, but I want results. Hope you get me. ഓഫ് കോഴ്സ് സർ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ ക്യാത്തിയും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. Not Kathy. She's coming with me. Yeah. She is doing the presentation for Hopkins there. നമുക്ക് വേണ്ടി. നാളെ രാവിലെ 5:30 ഫ്ലൈറ്റ്. Tickets are confirmed, right? Yes, Devin. 2 ടിക്കറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി സേതു ആൻറ്റി ആയിരിക്കും സാറിൻ്റെ കൂടെ വരുന്നതെന്ന്. സേതു അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? She will get bored. I want you to do this one for me, Kathy. Not for you, Devin, for a company, right? ക്യാൻ ഐ ഗോ സർ? Okay, well, വന്നിട്ട് അടുത്ത ആഴ്ച കാണാം. ഗുഡ് ലക്ക് സർ. Thank you. ഗുഡ് ലക്ക്. See you. So, Kathy, this time you are going to have a wonderful time in Canada, okay? Oh, no, David. Yes? Tomorrow morning. Yeah, Kathy is coming. She is preparing the papers. We hope it will click this time. Yeah. It's fine. Thank you. അല്ല, Bye-bye. എങ്ങോട്ടാണ് യാത്ര? ദേവനോടാണ് ഞാൻ ചോദിച്ചത്. You know it. ഈ കാലിഫോർണിയ ട്രിപ്പ് 1 മാസം മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അന്ന് പക്ഷെ ദേവൻ തനിച്ചായിരുന്നല്ലോ പോവാനിരുന്നത്. ഇപ്പോഴെന്താ പ്രോഗ്രാമിന് പെട്ടെന്നൊരു മാറ്റം? കൂട്ടിന് അവളില്ലെങ്കിൽ ഒരു യാത്ര കൂടി പറ്റില്ലെന്നായി. പിരിഞ്ഞിരിക്കാൻ ദേവൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായോ? യെസ്, നീ പറഞ്ഞാണ് സത്യം. ഇനി ഒരു ജസ്റ്റിഫിക്കേഷൻ തരാൻ ഞാനില്ല. ഐ ആം സ്ലീപ്പിംഗ് വിത്ത് കാത്തി. ഡിഡ് യു ഹിയർ ദാറ്റ്? അതല്ലേ നിനക്ക് കേൾക്കേണ്ടത്? കുറച്ച് ദിവസമായി ഈ വീട്ടിനകത്ത് കയറിയ ശ്വാസം മുട്ട മനുഷ്യന് എന്തിനും ഏതിനും കുറ്റം, ശാപവാക്കുകൾ. ഞാനൊന്ന് സമാധാനം ഉറങ്ങിയിട്ട് എത്ര നാളെന്നറിയാമോ? ഐ വാണ്ട് പീസ്. ദേവന്റെ ഈ പറയണ എല്ലാ സമാധാനക്കേടിനും ഉത്തരവാദി ഞാനാണെങ്കിൽ എങ്കിൽ പിന്നെ ഈ നാടകം കളിയുടെ ആവശ്യം എന്താണ് ദേവൻ? യെസ്, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാനിത് കേൾക്കണം. ഈ ജീവിതം ഒരു നാടകം കളിയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ നോ ഡിഫറൻറ്റ്. നമുക്കിത് അവസാനിപ്പിക്കാം. ലെറ്റ്സ് ഗെറ്റ് സെപ്പറേറ്റഡ്.
കാലിഫോർണിയയിൽ നിന്ന് ഞാൻ 12th തിരിച്ചെത്തും. ഒന്നിച്ച് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു നന്മ എൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ടോ എന്ന് ഈ 5 ദിവസം കൊണ്ട് നിനക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. 5 ദിവസം അത് ഞാൻ തീരുമാനിക്കണം. എന്ത് വിട്ടുവീഴ്ചയ്ക്കും എപ്പോഴും ഞാൻ തന്നെ തയ്യാറാവണം. അല്ലേ ദേവൻ? വേണം. എൻ്റെ ഭാര്യയെ നിനക്ക് ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ വേണം. ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കണം. നാട്ടുകാരെ കാണിക്കാൻ ഒരു മരപ്പാവയായ ഭാര്യയെ എനിക്കിനി ആവശ്യമില്ല. I do not have the patience or time to stand your frustrations anymore. Did you get that? ഞാൻ മടങ്ങി വരുന്ന സമയം കൊണ്ട് നിന്റെ ഈ ഭ്രാന്ത് അവസാനിപ്പിച്ച എൻ്റെ പഴയ സേതുവാകും നിനക്ക്. നിന്റെ ഈ കുടുംബം ഇതുപോലെ നിലനിന്ന് കാണണമെങ്കിൽ നിന്റെ ഇഷ്ടമാണ്. യുവർ ഓൺ വിഷ്. ഗുഡ് ബൈ. Miss you, Dad. Come back soon, Dad. My dear, see you. സേതു, ലെറ്റ്സ് മൂവ്. ഒത്തിരി സമയമായി. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നേ തോന്നുന്നില്ല സാറാ. ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം അത് വീട്ടിലെത്തുമ്പോൾ എനിക്ക് നഷ്ടമാവും. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത് സേതു? തീരുമാനങ്ങൾ ഒരിക്കലെടുക്കാനാണ് ബുദ്ധിമുട്ട്. പിന്നെയല്ല എളുപ്പമാണ്. വളരെ വളരെ എളുപ്പം. നീ എന്താണ് പറയുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ? ഞാനല്ലല്ലോ, ദേവനാണ് പറഞ്ഞത്. ദേവന്റെ ആവശ്യം. ഇക്കാലം അത്രയും ദേവനത് ആഗ്രഹിച്ചിരിക്കണം. തുറന്നു പറയാനൊരവസരം വന്നപ്പോൾ അത് പറഞ്ഞെന്ന് മാത്രം. പിന്നെ സുജയും ലേഖയും. ദേവൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ കയ്യിൽ കിടത്തി വളർത്താൻ കൊച്ചുകുട്ടികളൊന്നുമല്ലല്ലോ. പെട്ടെന്നുണ്ടായൊരു ഇമ്പൾസിൽ ദേവൻ എന്തോ പറഞ്ഞെന്ന് കരുതി നീ വെറുതെ എഴുതാപ്പുറം വായിക്കുകയാണ് സേതു. അങ്ങനെ ആലോചിക്കാതെ ദേവൻ ഒരു തീരുമാനമെടുക്കുമെന്ന് സാറയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരുമിച്ച് ജീവിച്ച കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ദേവന്റെ കണക്കെടുപ്പിൽ ഒരു നഷ്ടം തന്നെയായിരിക്കും. എ ഹെവി ലോസ്. തീരുമാനമെടുക്കാൻ ദേവൻ മടങ്ങി വരുന്നതുവരെയുള്ള 5 ദിവസത്തെ ടൈം പീരീഡ് എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. 20 വർഷം ഞാൻ അയാളെ വിശ്വസിച്ചതിന്, ഒരു നിഴൽ പോലെ കൂടെ ജീവിച്ചതിന് 5 ദിവസം. ഹൗ ജനറസ്! എത്ര വലിയൊരു ഔദാര്യമാ എന്നോട് കാണിക്കുന്നത്. ഐ ഫീൽ സോ ഒബ്ലൈജ്ഡ്. ദേവൻ മടങ്ങി വരട്ടെ, ഞാൻ സംസാരിക്കാം. ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. ഇനി കരയരുതെന്നുകൂടെ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷെ പറ്റുന്നില്ല. എല്ലാം അവസാനിക്കുന്നതിൻ്റെ സങ്കടമല്ല, പേടിയാണ് സാറാ. പേടി തന്നെയാണ്. ആരുടെ സഹായമില്ലാതെ എനിക്കിവിടെ ജീവിക്കണം. എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ സാറാ? ജോലിയെന്ന് പറഞ്ഞാൽ? പണ്ടൊരിക്കൽ സാറ് തന്നെ എന്നോട് പറഞ്ഞതാണ്. എന്തായാലും മതി, ഒരു ധൈര്യത്തിന്. പക്ഷേ എത്രയും പെട്ടെന്ന് വേണം. നാളെയെങ്കിൽ നാളെ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും. എനിക്ക് സമാധാനം വേണം സാറാ. എന്നെ സഹായിക്കാൻ പറ്റില്ലേ? നിനക്കിതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സേതു? സാറയ്ക്ക് അറിയില്ലേ, പാവം എൻ്റെ അമ്മ, എൻ്റെ ജീവിതം, എൻ്റെ മക്കൾ. ഇതിൽ കൂടുതൽ സഹിച്ചാൽ ഞാൻ ദൈവമായി പോവും. എല്ലാം ഇവിടെ തീരുന്നു.
എൻ്റെ മക്കളെ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ വേണം. അതിനു വേണ്ടിയുള്ള ഒരു ലീഗൽ ഫൈറ്റിനൊന്നും ദേവൻ മെനക്കെടില്ല. ഇങ്ങനൊരച്ഛൻ്റെ കൂടെ വളരാൻ ഒരു രാജ്യത്തെ കോടതിയും അവരെ അനുവദിക്കുകയുമില്ല. അവരെ ഞാൻ പഠിപ്പിക്കും. അന്തസ്സുള്ളൊരു കുടുംബത്തിൽ അവർ ചെന്ന് കയറുന്നത് കാണണം. അത്രയേ ഉള്ളൂ. അതുമാത്രമേ ഇപ്പം എനിക്കുള്ളൂ. ഒരു രാത്രി കൊണ്ടുണ്ടായ റിയലൈസേഷൻ അല്ല ഇതൊന്നും. എവിടെയും എപ്പോഴും തോറ്റുകൊടുത്ത് മതിയായി എനിക്ക്. ഇനി എനിക്ക് ജീവിക്കണം, അന്തസ്സായിട്ട്, അഭിമാനമായിട്ട്. പണ്ട് പറഞ്ഞ പോലെ ബോറടി മാറ്റാൻ ഒരലങ്കാരത്തിനല്ല ഈ ജോലി. ഇപ്പോൾ അതെനിക്ക് ആവശ്യമാണ്. യു ഹാവ് ടു ഹെൽപ്പ് മീ, സാറ. These people think that these jokes. What's about the tie? Girl, what's wrong? Let's see a smile on your face. I had kind of a long night. Dan keeping you up again? Girl, you better put Whatever. I didn't seriously what. Oh my ഈ god. ടി വി ഒന്ന് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യാമോ? We are watching, Mom. Maybe I should spell it out for you. Hey guys, trying to tell you something. എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. What, Mom? What's that? നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോകുന്നു. അമ്മ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അതൊന്ന് ശരിയായാൽ പിന്നെ ഈ വീടില്ല നമുക്ക്. ഇങ്ങനൊരച്ഛനും ഒരുപാട് ആലോചിച്ച് അമ്മ തീരുമാനിച്ചതാണ്. ഇനി ഇതിൽ നിന്നൊരു മാറ്റമില്ല. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ മക്കൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഈ അമ്മ നോക്കിക്കൊള്ളാം നിങ്ങൾ. ആ വോളിയം കുറയ്ക്കില്ലേക്കെ, എനിക്ക് സംസാരിക്കാനുണ്ട്. No. നിന്നോടാ ഞാൻ പറയുന്നത്. Clear off, Mom. Clear off. Ladies, where's the party tonight? Why don't we go to Allison's? No, my dad's got to stay. Let's drink it in the house. Well, we gotta do something. I got sweet friends. Acham poi. And he's not gonna come back. I feel all alone, Anand. കരയരുത്. അമ്മയ്ക്കും ലേഖയ്ക്കും ധൈര്യം കൊടുക്കാൻ അവിടെ സുജ മാത്രമേ ഉള്ളൂ. I'm trying. But at times, it's tough. I feel so weak. ഞാനുണ്ട്. അതൊരു ധൈര്യമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് മനസ്സിൽ ഉറപ്പിച്ചോളൂ. എപ്പോഴും എന്താവശ്യത്തിനും ഞാനുണ്ട്. നീ എന്താ ഒന്നും പറയാത്തത്? ജെനിഫറിനെ എനിക്ക് ഒരുപാട് നാളായി അറിയാം. എ നൈസ് വുമൺ. ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള പിക്ചർ എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി സേതു. അത്രേ എനിക്കറിയാം. അങ്ങനൊരു ജോലി വേണോ നിനക്ക്? ഒന്നും എളുപ്പമല്ലല്ലോ സാറാ. തൽക്കാലം ഒരു ജോലി അത് കിട്ടിയല്ലോ. എനിക്കെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ജെനിഫറിനെ വിളിച്ചു പറയാം. ജെന്നി നിന്നെ കോൺടാക്ട് ചെയ്തോളൂ. സാറാ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. കഴിയുമെങ്കിൽ നാളെ തന്നെ. ആ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഇറ്റ്സ് കില്ലിങ് മീ. ദേവനോട് ഒന്നുകൂടെ വിളിച്ച് നിനക്ക് സംസാരിച്ചുകൂടെ? ഇങ്ങനെ തിരക്ക് കൂട്ടി എത്ര വലിയ ഒരു തീരുമാനമാണ് നീ എടുക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഒന്നുകൂടെ ആലോചിക്ക് സേതു. താങ്ക്സ് ഫോർ ദ അഡ്വൈസ്. സേതു, ആർ യു റെഡി ഫോർ ദിസ്? യെസ്. ഒരുപാട് തെറ്റുകൾക്കൊടുവിൽ ഞാൻ ശരിയായതെന്തോ ചെയ്യാൻ പോകുന്നു. ബൈ സാറാ. ഓൾ റൈറ്റ്. ബൈ.
എക്സ്ക്യൂസ് മീ, Yes? What can I do for you, ma'am? ഐ വാണ്ട് ടു മീറ്റ് ജെനീഫർ. You are Sethilakshmi? യെസ്. ഞാൻ ഊഹിച്ചു. ഞാനും മലയാളിയാ. Come on, ma'am. She is waiting for you. You can start with the office work, Sidhu. Who knows, later on you may make your own sales. I'm not strict about office hours, Sidhu, but I want the job to be done. I hope you get that. യെസ് മാഡം. Consider this as your own, but always remember you are an employee. Mm. Good luck, Sidhu. താങ്ക്സ്. I hope you will be an asset for this firm. Nitin, let her use Mr. Robinson's office? Yeah. You can explain the rest to her. Yes, madam. Carry on. നൈസ് ഓഫ് യു മാഡം. കാണുമ്പോൾ ഇതുപോലെ തമാശയും ഫ്രണ്ട്ലിയൊക്കെയാ മാഡം. പക്ഷെ ജോലിക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ഓഫീസർക്കൊക്കെ വെറും സിമ്പിളാ. നത്തിങ് ചലഞ്ചിങ്. മാഡത്തിന് ഈസി ആയിരിക്കും. അതുകൊണ്ടല്ല, എൻ്റെ ഫസ്റ്റ് ജോബാ. അത് മാഡം പറഞ്ഞു. ഇവിടുത്തെ ഓരോ എംപ്ലോയീസിൻ്റെയും ലൈഫ് ഹിസ്റ്ററി മാഡത്തിൻ്റെ കയ്യിലുണ്ട്. ആദ്യത്തെ ജോലിയാലെന്താ, ഇറ്റ്സ് നെവർ ലേറ്റ് ടു ലേൺ. അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ദാ ഈ ഓഫീസാ ചേച്ചിക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. ആ പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്താണെന്ന് ഞാൻ ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ഐ വിൽ ബാക്ക് ഇൻ എ മിനിറ്റ്. ഓക്കെ. You may take the car back to the office and tell Naya to give me a ring. Okay, bye. ഇവളിതെവിടെ പോയി? ഹലോ ദേവന, ഇപ്പം തന്നെ ഓൾ ഫൈൻ. ദ ഡീൽ ഇസ് ഡൺ. താങ്ക് യു. സേതു വന്നിരുന്നോ അവിടെ? ഇല്ല, ഇവിടെ ഇല്ല. ദേവൻ എപ്പോ വന്നു? Just now. എവിടുന്നാ നീ വരുന്നേ? 2 ദിവസം മുമ്പ് ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്തു. ഗൈദേഴ്സ്ബർഗിൽ ഓഫീസ് അസിസ്റ്റന്റ്. കൊള്ളാം. എൻ്റെ ഭാര്യയ്ക്ക് ചേരുന്ന ജോലി. അങ്ങനൊരു അവകാശം വേണമെന്ന് ദേവൻ തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ നീയത് തീരുമാനിച്ചു കഴിഞ്ഞു. മറിച്ച് ചിന്തിക്കാൻ നമ്മൾ തമ്മിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് ദേവൻ? ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ട്.
ആ അതെങ്കിലും ബാക്കി നിൽക്കട്ടെ. താമസിക്കാൻ ഞാൻ വേറൊരു വീട് നോക്കുന്നുണ്ട്. അത് ശരിയായ ഞാനും കുട്ടികളും അങ്ങോട്ട് മാറും. ആ ഞാൻ ദേവന് ചായ എടുക്കാം. താമസിക്കാൻ ഞാൻ വേറൊരു വീട് നോക്കുന്നുണ്ട്. അത് ശരിയായ ഞാനും കുട്ടികളും അങ്ങോട്ട് മാറും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ അച്ഛൻ ഒരുപാട് ശ്രമിച്ച മക്കളെ. തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. ആ ഒരു കണക്കെടുപ്പിനൊന്നും ഇനി യാതൊരു അർത്ഥവുമില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. I know what is going through you both. നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അച്ഛന്. ഐ എം സോറി. നിങ്ങൾ ഈ അച്ഛനോട് പൊറുക്ക്. നാളെ രാവിലെ ഞാൻ ഗസ്റ്റ് ഹൗസിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നിങ്ങളിവിടെ തന്നെ താമസിക്കണം. ഔദാര്യമോ അവകാശമോ അല്ല, അച്ഛൻ്റെ ആഗ്രഹമാണത്. നിങ്ങൾ സുഖമായി ജീവിച്ചു കാണണമെന്ന്. അത് നിങ്ങളുടെ അമ്മയെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അകലെയാണെങ്കിലും അച്ഛനുണ്ട്, എന്തിനായാലും എപ്പോഴായാലും. അതുമാത്രം മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. എന്നോടൊന്ന് സംസാരിക്കാൻ പോലും അറപ്പായോ മക്കൾക്ക്? I want to hear from you, dear. Can you leave us alone? Please? Please? Okay. Have you ever dreamt of flying, Gigi? യാതൊരു വറീസും ഇല്ലാതെ, യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ ആകാശത്തിൻ്റെ സൈലൻസിൽ ഇങ്ങനെ പറന്ന് പറന്ന് പറന്നുകൊണ്ട് എത്ര രസമായിരിക്കും. ഐ വിഷ് ഐ കുഡ് ഫ്ലൈ. ഐ റിയലി വിഷ്, ചേച്ചി. ലേഖയുടെ ഷീസ് നോട്ട് വെൽ. അവൾ മുറിയിലുണ്ട്. എനിക്കറിയാം, അത്രയ്ക്കിഷ്ടമാണ് അവൾക്കെന്നെ. മോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് യു ബോത്ത്. ബൈ ഡാഡ്. ബൈ മോളെ. ടേക്ക് കെയർ. ബൈ.
ഇവിടെ തളരാൻ പാടില്ല. ഹലോ. ഇല്ല, ഇന്നിനി ഞാനില്ല നായർ. യു മാനേജ് ദം. അവിടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ടെൽ ദം ഐ വിൽ ബി മീറ്റിംഗ് ബിഫോർ ദേ ലീവ്. ഓക്കെ, ബൈ. നീ വെറുതെ സംസാരിച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. ഐ വിൽ ടോക്ക് ടു യു. തോന്നിവാസം കാണിക്കുന്നതിനുണ്ട് ഒരു അതിരൊക്കെ. ചോദിക്കാനും പറയാനോ ആരും ഇല്ലെന്നാണോ അവൻ വിചാരിച്ചത്? ആ നിർമ്മലെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശേ, അല്ല, ചേച്ചി എന്താ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ? എന്താ, നിന്നോടൊന്ന് സംസാരിക്കണമെങ്കിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നുണ്ടോ? നിർമ്മലെ, ഇവനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞല്ലേ. നീ അകത്ത് പോ. ദേ വാ വാ. എന്താ നീ ഓഫീസിൽ പോകാത്തത്? മോശമല്ലേടാ. ആവശ്യമില്ലാത്ത ഓരോ റൂമർ സ്പ്രെഡ് ചെയ്യാൻ നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണോ? ആ, നീ ഇരിക്കേ. പകൽ സമയത്ത് ഡ്രിങ്ക്സ് കഴിക്കില്ല എന്ന് പറഞ്ഞ് പണ്ട് നിനക്കൊരു പോളിസി ഉണ്ടായിരുന്നല്ലോ. ഒരിക്കലും നീ അതിനെന്നെ വഴക്കം പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നീ? ചേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആശ്വാസവാക്കം പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദേ, ഇപ്പൊ വരണം നീ ഞങ്ങളുടെ കൂടെ. വീടും കൂടൊക്കെ ഉപേക്ഷിച്ച് അവന്റെ ഒരു അജ്ഞാതവാസം. Why don't you understand me? നോ, ഇനഫ് ഓഫ് ദിസ് നോൺസെൻസ്. എനിക്ക് നിന്റെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കണമെന്നില്ല. എന്നിട്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്നോടൊരു വാക്ക് പറയണം നിനക്ക് തോന്നിയില്ലല്ലോ. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഞാൻ മറ്റു വല്ലവരും പറഞ്ഞറിയണം, അല്ലേടാ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. നമ്മുടെ നാടൊന്നും അല്ലെങ്കിലും ഇവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന സർക്കിളുണ്ട് നമുക്കിടയിൽ. അതേക്കുറിച്ചൊക്കെ നീ ഞങ്ങളെക്കാളും കോൺഷ്യസ് ആയിരുന്നതല്ലേ. എന്നിട്ട് ഇത്ര വലിയ ഡിസിഷൻ എടുക്കുമ്പോൾ നീ എന്തിയാ അതുപോലും ഓർക്കാത്തത്? ഒന്നും ഓർക്കാഞ്ഞിട്ടല്ല. ഐ നോ ദേവരാജന്റെ ഈ തകർച്ച സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും ഇവിടെ പലരും. ബട്ട് ഐ ഹാഡ് ടു. ചെയ്യേണ്ടി വന്നു എനിക്ക്. ഐ ഹാഡ് ടു. ഞാനും സേതുവും തമ്മിലുള്ള പ്രോബ്ലംസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത്രയും കാലം ഞങ്ങൾക്കിടയിൽ മാത്രം അതെല്ലാം കുഴിച്ചുമൂടാൻ ശ്രമിച്ചു. എല്ലാ പൊരുത്തക്കേടുകൾക്കും അപ്പുറത്ത് ഒരു തിൻ ലൈൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്കിടയിൽ ബാക്കിയുണ്ടെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അതൊരു തെറ്റിദ്ധാരണയായിരുന്നെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നലെ ബോധ്യമായി. ഒന്നിച്ച് ജീവിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഭാര്യാഭർത്താക്കന്മാരാണ് ഞങ്ങളെന്ന്. 100% ഡിഫറൻറ്റ്. പരസ്പരം മനസ്സിലാക്കുന്നതിൽ, ചിന്തിക്കുന്നതിൽ, എന്തിന് കിടപ്പറയിൽ വരെ 100% വ്യത്യസ്തം. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. വീട്ടിൽ ബോറടിച്ചിരിക്കാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യട്ടെന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ കൂടി തന്നെയാ സേതുവിനെ നിർബന്ധിച്ചത്. അതിൽ ഇത്രമാത്രം ഒഫൻഡ് ചെയ്യാൻ എന്താ ഉള്ളത്? അതൊരു ചെറിയ ഇഷ്യൂ, ഓക്കെ. പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ കുട്ടികളെ പിരിഞ്ഞിരിക്കാൻ അത്ര വലിയ മെയിൽ ഷോവനിസ്റ്റ് ഒന്നും അല്ല ഞാൻ. ഷീ വോണ്ട്സ് ടു ബി ഇൻഡിപെൻഡന്റ്. എൻ്റെ തണലിലല്ലാതെ സ്വന്തം കാലിൽ നിവർന്നു നിന്ന് അവൾക്ക് ജീവിക്കണം. ആയിക്കോട്ടെ. ദേവാ, ഓരോ റിലേഷൻഷിപ്പിനും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്. ഒരുപാട് സഹിച്ച്, സഫോക്കേറ്റ് ചെയ്ത്, പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് അതിലെല്ലാറ്റിനും ഒടുവിൽ എത്തിച്ചേരുന്ന ഒരു ബ്രേക്കിംഗ് പോയിന്റ്. വി ഹാവ് റീച്ച് ദാറ്റ് പോയിന്റ്. അതിൻ്റെ എല്ലാ കോൺസിക്വൻസസും ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. നോ, ഇനി അങ്ങോട്ടൊരു തിരിച്ചു പോക്കില്ല. നെവർ. വെറുതെ വാശി പിടിക്കാതെ ദേവൻ. ഇതാരാ എന്റെ കുട്ടിയുടെ മേലെ കണ്ണുവെച്ച്? എന്തൊക്കെയാ നീ പറയണേ? എത്ര സന്തോഷമായിരുന്നു നിന്റെ ഈ കുടുംബത്തില്. എന്താടാ ഇതൊക്കെ? അത് സന്തോഷമായിരുന്നില്ലല്ലോ ചേച്ചി.
എ മിയർ പ്രിട്ടൻഷൻ. ആ നാടകം എനിക്കിനി കണ്ടിന്യൂ ചെയ്യാൻ വയ്യ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പ്ലീസ് ഡോണ്ട് മേക്ക് മീ വീക്ക്. ഇനി കണ്ണു തുടക്കേ. ഇതുപോലെ രണ്ട് വീട്ടില് ഇതിങ്ങനെ എത്ര കാലം കണ്ടിന്യൂ ചെയ്യുന്ന? ലെറ്റ്സ് സീ. ഒന്നും കണക്കൂട്ടി വെക്കുന്നില്ല, ഒക്കെ വരുന്ന പോലെ. ജസ്റ്റ് ലിവിങ് ഫോർ ദ മോമെന്റ്. മില്യൺസിനെ കുറിച്ചുള്ള ഹെഡേക്ക് ഇല്ലാതെ, ബോധറേഷൻ ഇല്ലാതെ, പ്രോബ്ലം ഇല്ലാതെ. ഐ ഫീൽ സോ ഹാപ്പി ടുഡേ. എന്റെ മക്കൾ, അവർക്കിനി ആരാ ഉള്ളത്? അതുപോലും നീ ആലോചിച്ചില്ലല്ലോ. ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. പഠിപ്പും വിവരവും ഒക്കെ ഉള്ള പിള്ളേരല്ലേ അവര്. അല്ലെങ്കിൽ തന്നെ ഞാനും സേതുവും തമ്മിലുള്ള പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ നേരി കണ്ടിട്ടുള്ള അവരല്ലേ. എന്റെ മക്കൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് മുരടിച്ചിരുന്ന് കള്ളു കുടിച്ച് ദേവൻ ജീവിതം തകർക്കുമെന്ന വേദന ഏതായാലും നിങ്ങൾക്ക് വേണ്ട. ഇവിടത്തെ ഈ ഏകാന്തതയുമായി ഞാൻ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം തിരക്കുകളിൽ നിന്നുള്ളൊരു വൺ ഡേ വെക്കേഷൻ മാത്രമാണ്. നഷ്ടപ്പെട്ട 20 വർഷങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം. ഈ നൊസ്റ്റാൾജിയയ്ക്ക് ഒരു ദിവസത്തേക്കൂടി ആയുസുള്ളൂ. നാളെ മുതൽ പഴയ ദേവരാജ്, ആജ്ഞാപിച്ചു മാത്രം ശീലമുള്ള, എവിടെയും തോൽക്കാൻ ഇഷ്ടമില്ലാത്ത ആ പഴയ ധിക്കാരി. ജെന്നി എന്നെ ഇന്നലെ വിളിച്ചിരുന്നു ഒരു പ്രോപ്പർട്ടി ഡീലിന്റെ കാര്യം പറയാൻ. നിന്റെ കാര്യം ചോദിക്കാൻ ഞാൻ മറന്നു. അവിടെ ഞാൻ ചെയ്തു കൂട്ടുന്ന അധികവും മണ്ടത്തരങ്ങളാ. പിന്നെ 1-2 നല്ല കൊളീഗ്സ് ഉണ്ട്. അത്രയും ആശ്വാസം. അതൊക്കെ അങ്ങനെ നടക്കും. ബട്ട് യു ഹാവ് സ്റ്റാർട്ടഡ് ബിലീവിംഗ് ഇൻ യുവർ സെൽഫ്. അതിന്റെ തെളിച്ചം നിന്റെ മുഖത്ത് തന്നെ കാണാനുണ്ട്. പേടി എനിക്കെന്റെ കുട്ടികളെ ഓർത്ത് മാത്രാ സാറാ. പേടിയോ? ദേവൻ വീട്ടിൽ നിന്ന് പോയ ശേഷം ലേഖ വളരെ സ്ട്രേഞ്ചായിട്ടാ ബിഹേവ് ചെയ്യുന്നത്. എനിക്കവളുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടി തോന്നും. വൈ? എന്താണെന്ന് കൃത്യമായി എനിക്കും അറിയില്ല. എന്നോടൊരുതരം പക തീർക്കുന്ന പോലെ. ഒരു പരിധിക്കപ്പുറത്ത് അവളെ ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെയുള്ള പ്രായവും കഴിഞ്ഞല്ലോ. അതവളെന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അവളുടെ കാര്യത്തിൽ നീ കുറെ കൂടെ ശ്രദ്ധിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവളുടെ പ്രായം അതാണ്. അവളെയും കൂടെ എനിക്ക് നഷ്ടപ്പെടുമെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? ഓഫീസിലൊരു അധികപ്പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടിപ്പോ. ഐ നോ. പക്ഷേ അതിന്റെ തിരക്കുകൾക്കിടയിൽ അവളെ മറന്നുപോകരുത്. ഈയിടെയായി രാത്രി അവളെ എപ്പോഴാ വന്ന് കയറുന്നതെന്നറിയാമോ? ഞാനൊന്നും ചോദിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവള്. ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. സ്വന്തം മോളോട് അങ്ങനെ ഒരു അകൽച്ച സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അത് ചെയ്യാതിരുന്നാലാണ് പിന്നീട് തിരുത്താൻ പറ്റാത്ത തെറ്റാവുക. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു അബദ്ധത്തിലൊന്നും ലേഖ ചെന്ന് ചാടില്ല. അവൾ ബുദ്ധിയുള്ള കുട്ടിയല്ലേ. നീ ധൈര്യമായിട്ടിരിക്കെ. ഞാനൊന്നും പറയുന്നില്ല. ഒന്നിനും എനിക്ക് വയ്യ. ഓരോരുത്തർക്ക് തോന്നണ പോലെ ആവട്ടെ. തോന്നണ പോലെ ജീവിക്കട്ടെ എല്ലാരും. Are you gonna do this? Yes. എന്താ നീ പറഞ്ഞത്? എന്തോ ഒന്നുകൂടെ പറ. No, Mom. No more of this, Mom. ഇനി എന്റെ നേർക്ക് കൈ ഓങ്ങിയാൽ I'll call the police. അതിന് കൂടി ഇടവരുത്തണ്ട. Don't you think so, Mom? എന്റെ ഭാര്യയോടെ ഞാൻ ചോദിച്ചത്. I want an answer. നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോകുന്നു. നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം. ഔദാര്യമോ അവകാശമോ അല്ല. അത് നിങ്ങളുടെ അമ്മയെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം.
ദേവൻ സാറിന്റെ കാർ എന്താ ഇവിടെ? ലേഖ, വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? What? Who are you? എനിക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം. വാ, Leave me alone. I don't have a home. ഇങ്ങോട്ട് വരാനാ ഞാൻ പറഞ്ഞത്. Go to hell. Oh. Come on. വാ. Oh. Oh. വാ. Hey, എന്താ വക? Take her inside. അമ്മ ഉണ്ടാകത്ത്. No, she's in office. മോളെ, മോളെ. ബഹളം ഉണ്ടാക്കാതെ, ഞാനെല്ലാം പറയാം. മോളെ. Leave me. Leave me, I said. ഭാഗ്യത്തിന് ഞാൻ കണ്ടു. ഇതിനെക്കുറിച്ച് സുജയ്ക്ക് ഒരു സൂചന കിട്ടിയിരുന്നില്ലേ? സ്വന്തം ജീവിതം കൊണ്ട് ആരോടൊക്കെ ദേഷ്യം തീർക്കുക. സ്റ്റുപ്പിഡ്. ഇങ്ങനെ തളരെയല്ല ഇപ്പോൾ വേണ്ടത്. ടോക്ക് ടു ഹെർ. അച്ഛനും അമ്മയും ആരും ഇല്ലെങ്കിലും ഇൻഡിപെൻഡൻ്റായി ജീവിക്കാമല്ലോ ലേഖയ്ക്ക്. മേക്ക് ഹെർ സെക്യൂർ. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് തൻ്റെ ചുമതലയാണ്. ഞാൻ ഇറങ്ങാം. താങ്ക്സ്. ടേക്ക് കെയർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഇത്രയ്ക്കൊക്കെ വേദനിച്ചിരുന്നോ എൻ്റെ കുട്ടിക്ക്? ചേച്ചി അറിഞ്ഞില്ല. ചേച്ചിക്ക് മനസ്സിലാക്കാനേ പറ്റിയില്ല. പ്രായം ചെന്ന 2 പെമ്പിള്ളേരുള്ള വീടാ. എന്നിട്ട് എന്തെങ്കിലും കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കുക, അതില്ല. വയറു വശക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിന് മുമ്പിൽ എത്തിക്കോളും. ആ മറ്റുള്ളവിടെ? അവക്ക് നല്ല തലവേദന. ടാബ്ലറ്റ്സ് കഴിച്ച് ഉറങ്ങി. ആയിക്കോട്ടെ, വിശപ്പില്ലാത്തവർ കഴിക്കണ്ട. എന്തു വേണേലും അവൻ 2 പേർക്കും. ഒരു കാര്യത്തിലും കയറി തലയിടാൻ ഇനി ഞാനില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. ആ, ഇനി നിനക്ക് നിരാഹാരവ്രതം വല്ലതുണ്ടോ? കഴിക്കുന്നില്ലേ? രാവിലെ എനിക്ക് നേരത്തെ ഓഫീസിൽ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടില്ല. ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഓ, ഒരു ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. റിയൽ എസ്റ്റേറ്റ് ആഡ് പേപ്പറിൽ കാണുമ്പോൾ എത്ര സിമ്പിളായി തോന്നിയിരുന്നു. ഇറ്റ്സ് ഹാർഡ്, നോട്ട് ഈസി അറ്റ് ഓൾ. ഇൻഡിപെൻഡൻ്റായി ഒരു സെയിൽ നടത്തണം. അതാണ് അമ്മയ്ക്കുള്ള ഫസ്റ്റ് അസൈൻമെന്റ്. എനിക്കത് ചെയ്യാൻ പറ്റില്ലേ മോളെ? ചെയ്യണം. ദാറ്റ്സ് എ ചാലഞ്ച്. മെയിൽ ലിസ്റ്റിൽ ഫ്രണ്ട്സിനൊക്കെ ആഡ് പോസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക ഞാൻ. വാട്ട് യു തിങ്ക്? We miss Dad, Mom. എല്ലാം പഴയതുപോലെ ആക്കുവാൻ പറ്റില്ലേ നമുക്ക്? ഈ വീട് കണ്ടില്ലേ അമ്മ? ലൈക്ക് എ ഡെഡ് ഹൗസ്. സൈലൻസ് എവ്രിവെയർ. എത്ര സന്തോഷമായിരുന്നു അച്ഛനുണ്ടായിരുന്നപ്പോൾ. Mom, I didn't mean that. Mom.
How dare he? How dare he touch me? ഹായ്. തീർന്നോ ലഹരി? സ്വന്തം ജീവിതം നശിപ്പിച്ച് ആരോടെ തനിക്ക് വാശി തീർക്കേണ്ടത്? ലേഖ കുറച്ചുകൂടി സെൻസിബിൾ ആണെന്ന് ഞാൻ കരുതി. How dare you touch me? ഓ, അപ്പൊ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? ക്യാരക്ടർ എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന എസ്കേപ്പിസ്റ്റുകളെയല്ല, അതിന് നേർക്ക് നേരെ നിന്ന് ഫേസ് ചെയ്യാൻ ധൈര്യമുള്ളവരെയാ. യു ആർ ബിക്കം സോ സ്മാർട്ട് ടുഡേ ലേഖ. എനിക്ക് ലേഖയോട് എന്നും മനസ്സിലൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പ്രോബ്ലംസ് ഇല്ലാതെ, വറീസ് ഇല്ലാതെ എപ്പോഴും ചിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് തോന്നുന്നൊരു ഇഷ്ടം. ബട്ട് യു ആർ നോട്ട് വർത്ത് ഇറ്റ്. യു ആർ നോട്ട് വർത്ത് എനിത്തിങ്. യു ആർ ഗോയിങ് ടു എൻഡ് അപ്പ് ആസ് എ ബിഗ് സീറോ. എ ബിഗ് സീറോ ഇൻ ലൈഫ്. I'm sorry, Chichi. And I promise I won't repeat it. Promise, Chichi. Very sorry. It's okay. It's okay. You know what, Chichi? We're not Americans. We can never be Americans. അങ്ങനെ ആവാനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയതാണ് ഞാൻ. നമുക്കൊരിക്കലും പറ്റില്ല. ചേച്ചി എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കൾച്ചർ, ഹെറിറ്റേജ് ഒക്കെ ഉണ്ട്. ആരും ഡിസ്കവർ ചെയ്യാതെ ഐ ക്യാൻ ഫീൽ ഇറ്റ്. അത് മനസ്സിലാക്കി തരാൻ ഒരാൾ വേണ്ടി വന്നു. ഒരാൾ. ഇന്നലെ വരെ കൂടെ ചിരിച്ചു കളിച്ച മുഖങ്ങളൊക്കെ ഫേക്കായിരുന്നു. മെറ്റീരിയലിസ്റ്റിക്, ഡർട്ടി മൈൻഡഡ് ഫ്രീക്സ്. തിരിച്ചു കിട്ടാൻ പോകുന്നതൊക്കെ നന്ദിയേടും ഡിസ്കണ്ടന്റും മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ നമ്മളെ സഹായിക്കാൻ വരിക. സ്നേഹം അതായിരിക്കും അല്ലേ ചേച്ചി? ലേഖ, നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഐ വാസ് എക്സ്പെക്ടിങ് യു. I want to talk to you, Auntie. കം. We want him back. പോയതിന് ശേഷം ഞങ്ങളെ അച്ഛൻ ഒരു ഫോൺ ചെയ്ത് കൂടിയില്ല. Why is he behaving like this? അമ്മയ്ക്ക് അതിലും വലിയ pretensions. As if nothing happened. But can you understand how tough it's on us? ആന്റിക്ക് മനസ്സിലാവില്ലേ? ഒന്നും എനിക്കറിയാഞ്ഞിട്ടല്ല മോളെ. ഞാൻ എന്ത് ചെയ്യാനാ? You should talk to Dad. എനിക്ക് അച്ഛനെ വിളിക്കാൻ വയ്യ. I can't pardon him. But I love him. അങ്ങനെ ഞാൻ സംസാരിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്ന മോക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവും. ആന്റിക്ക് അതിന് പറ്റൂ. വാശിയും വൈരാഗ്യം ഒക്കെ ഉണ്ടായിക്കോട്ടെ. But at least for her sake, ഞങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി അങ്ങനെ ഒരു കോംപ്രമൈസിന് അച്ഛന് തയ്യാറായിക്കൂടെ? ലേഖ, എന്താ ഇത്? എന്താ നിന്റെ കയ്യില്? Hey, nothing. I should be leaving now, Auntie. But you have to make sure we hear from Dad, please. ലേഖ, ഇത് എന്താണെന്നാ ഞാൻ ചോദിച്ചത്? I said nothing. I am asking you what. Bye, Auntie. I gotta go. ലേഖ, ലേഖ. Oh my God. Devan, 1 minute. I'm coming. Okay. ഇന്നലെ ഫോണിലൂടെ പറഞ്ഞപ്പോൾ പബ്ലിക് സർവീസ് കൊണ്ട് സാറ് ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായില്ല. ഐ ആം നോട്ട് അഗൻസ്റ്റ് ചാരിറ്റി. പക്ഷേ അത് ഡിസർവ് ചെയ്യുന്നവർക്കാകണമെന്ന് മാത്രം.
ഇതിൽ ബിസിനസ് ഒന്നും ഇല്ലല്ലോ ദേവൻ. നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ വേറൊരു കാര്യം പറയാൻ കൂടിയാണ് ഞാൻ ദേവനെ കാണണമെന്ന് പറഞ്ഞത്. ദേവൻ അത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നും എനിക്കറിയില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇനി ഒരിക്കലും ഇൻവോൾവ് ചെയ്യില്ലെന്ന് തീരുമാനിച്ചിരുന്നതുമാണ് ഞാൻ. ലേഖ ഇന്നലെ എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. ദേ ആർ റിയലി ഡിസ്റ്റർബ് ദേവൻ. ഡൈവേഴ്സും പിരിഞ്ഞ് ജീവിക്കലും ഒന്നും ഈ രാജ്യത്തൊരു പുതുമയല്ല. ദേവനും സേതുവിനും ഒരുപക്ഷെ അതുമായി അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ടായിരിക്കും. പക്ഷേ കുട്ടികൾ, അവരോടുള്ള റെസ്പോൺസിബിലിറ്റി മറക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഡോണ്ട് യു തിങ്ക് സോ? നിങ്ങൾ രണ്ടുപേരും പഴയതുപോലെ ഒന്നിച്ച് ജീവിച്ച് കാണണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതൊരു തെറ്റാണോ ദേവൻ? നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഐ ഹാവ് ഗോട്ട് എ മീറ്റിംഗ് അറ്റ് 12. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് സ്കോർ ചെയ്യുന്ന മീഡിയേറ്റർ ആവാനുള്ള മോഹം കൊണ്ട് പറഞ്ഞതല്ല. എന്തോ അവൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ നൊന്തു. വീട്ടിൽ നിന്ന് പോന്നിട്ട് ദേവൻ ഇതുവരെ അവരെ ഒന്ന് ഫോൺ ചെയ്തതുപോലുമില്ല. ഇസ്ന്റ് ദാറ്റ് ക്രൂവൽ? സുജയെ ഓർത്ത് എനിക്ക് ഭയമില്ല. ഷീ ക്യാൻ ഹോൾഡ് ഹെർസെൽഫ്. പക്ഷേ അതുപോലെ അല്ല ലേഖ. എസ്പെഷ്യലി അവളുടെ പ്രായത്തിൽ നിങ്ങളുടെ ഈ സെപ്പറേഷൻ, ദാറ്റ് ക്യാൻ ഷാറ്റർ ഹെർ. അങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് അമേരിക്കയിൽ. ഡ്രഗ്സ്, ആൽക്കഹോൾ. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്? അത് പറഞ്ഞപ്പോൾ എനിക്ക് വേദനിക്കില്ലെന്നാണോ ദേവൻ കരുതിയത്? ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ ദേവൻ. അങ്ങനെയുള്ള എത്രയോ കഥകൾ നമുക്കിടയിൽ തന്നെയുണ്ട്, ഈവൻ ഇൻ ദ മോസ്റ്റ് റീസെന്റ് പാസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് പിന്നീട് അത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഐ എം സോറി ഇഫ് ഐ എം ഹാഷ്. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ അത് അംഗീകരിക്കാൻ ഏത് അച്ഛനമ്മമാർക്കും ബുദ്ധിമുട്ടുണ്ടാവും. സേതുവിനോട് ഇക്കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യമില്ല എനിക്ക്. ഷീ കാൻ ടേക്ക് ഇറ്റ്. പാവം, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവിടെ. പക്ഷേ ദേവനത് ഉൾക്കൊള്ളാൻ പറ്റണം. ദേവന്റെ കുട്ടികളുടെ മനസ്സ്. അവൾ എന്തു പറഞ്ഞു? അവൾ എന്നോട് ദേഷ്യമുണ്ടോ അവൾക്ക്? എന്തിന്? പണ്ടത്തെ നിങ്ങളുടെ ഒരുമിച്ചുള്ള കുറേ കഥകൾ പറഞ്ഞ് കുറെ ചിരിച്ചു, കുറെ കരഞ്ഞു. അവളുടെ ശബ്ദം കേൾക്കാൻ മോഹമില്ലാഞ്ഞിട്ടല്ല, വിളിക്കാഞ്ഞത് കുറ്റബോധം കൊണ്ട് തന്നെയാണ്. വിളിക്കാതിരുന്നാലാണ് അവർ ദേവനിൽ നിന്നും കൂടുതൽ അകലുക. ഒരുപക്ഷെ സേതുവിൽ നിന്നും. അങ്ങനൊരു ലോകത്തിലേക്ക് തുറന്നു വിടണോ ദേവന് ദേവന്റെ മക്കളെ? പ്ലീസ് ടോക്ക് ടു ദം ദേവൻ. ട്രൈ ടു ബി നൈസ് വിത്ത് ദം. അച്ഛൻ്റെ സെക്യൂരിറ്റി അവരുടെ ലൈഫിൽ നിന്നില്ലാതായിട്ടില്ലെന്ന് അവരെ റീഅഷ്വർ ചെയ്യേണ്ടത് ദേവന്റെ ചുമതലയാണ്. എന്നെ ഒഴിവാക്കാൻ നേരത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം ദേവൻ നുണ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ഓക്കെ. സാറാ, താങ്ക്സ്. വാട്ട് ഫോർ? ദേവൻ അറിയാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ടേക്ക് കെയർ ആൻഡ് ഡു വെൽ. ബൈ. Please take the phone, ma'am. I'm busy. ഹലോ ആ. ഹലോ ഹലോ
ഹലോ, ഹൂ ഇസ് ദിസ്? ഇത് ഞാനാണ്. കുട്ടികളില്ല അവിടെ? നിനക്കാണ്. ആരാമേ? Hey, what happened, Mom? Hello? Hey, Dad! How are you? ഫൈൻ മോളെ. ഹൗ ആർ യു? സുഖം. Very, very happy. എൻ്റെ മക്കളെ ഒന്ന് കാണുമല്ലോ അച്ഛന്. വെനറി ഫ്രീ മോളെ. Any time. എപ്പോൾ വേണമെങ്കിലും കാണാലോ അച്ഛന് ഞങ്ങളെ. Why didn't you call us so far? ഐ ആം സോറി മോളെ. വിളിക്കാൻ മറന്നതല്ല അച്ഛൻ. പേടിയായിരുന്നു. എൻ്റെ മക്കള് അച്ഛനെ തള്ളിപ്പറയുമെന്നുള്ള പേടി. മോളെ, ആർ യു ദേർ? Yes. Yes, Dad. We miss you so much. ആ മോളെ, വൈ ഡോണ്ട് യു ഗോ ഫോർ എ പിക്നിക് ദിസ് വീക്കെൻഡ്? അച്ഛൻ്റെ കൂടെ വരുന്നോ നിങ്ങൾ? എങ്ങോട്ട്? ആ, അതൊക്കെ പിന്നെ തീരുമാനിക്കാം. യു ടോക്ക് ടു എവ്രി വൺ ദേ. ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ? When are you coming back home, Dad? ഐ വിൽ കോൾ യു ബാക്ക്. Bye, Dad. ബൈ. ബൈ മോളെ. Dad wants to go for a picnic, Mom, this weekend. Why don't we all go, Mom? അച്ഛൻ വിളിച്ചതല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി പോയി വരാം. ഐ എം ബിസി. എനിക്ക് വേറെ ജോലിയുണ്ട്. പിന്നെന്നും പറഞ്ഞാൽ ഇവിടെ കുടുംബം കഴിയാൻ പറ്റില്ല. എന്താ അമ്മേ, പ്ലീസ്. നോ സുജ, പോവേണ്ടവർക്ക് ആർക്കാച്ചാ പോവാം, ആരുടെ കൂടെ വേണമെങ്കിലും. എന്നിട്ട് തോന്നുമ്പോൾ തിരിച്ചു വന്നാൽ മതി. എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല. മേ കമിൻ സർ? ആ, പ്ലീസ് ഡു. ഇരിക്കേ. താങ്ക് യു സർ. യൂബിക്കോണിൻ്റെ ഫൈനൽ ഡെലിവറി റിപ്പോർട്ടാണ് സർ. ചെറിയ മെയിൻ്റെനൻസ് അല്ലാതെ ക്ലയൻസിൽ നിന്ന് മേജർ കംപ്ലയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഗുഡ്. സ്റ്റീവിൻ്റെ മെയിൽ കണ്ടു ഞാൻ. ഗുഡ് വർക്ക്. ആ, നമ്മൾ കൈയൊഴിഞ്ഞു തുടങ്ങിയിരുന്നൊരു പ്രോജക്റ്റായിരുന്നു അത്. ഇന്നത് ഈ കംപ്ലീഷൻ സ്റ്റേജിലെത്തി. യു നീഡ് റിയലി എ പാറ്റ് ഓൺ യുവർ ബാക്ക്. യെസ്, കൺഗ്രാറ്റുലേഷൻസ് ആനന്ദ്. താങ്ക് യു സർ. ആ, നിന്റെ എഫേർട്സൊക്കെ മാനേജ്മെൻറ്റ് കാണാതെ പോകുന്നു എന്നൊരു തോന്നൽ വേണ്ട. യു ക്യാൻ എക്സ്പെക്ട് എ പേ റിവിഷൻ സൂൺ ആൻഡ് ഓൾസോ എ പ്രൊമോഷൻ. താങ്ക് യു സർ. യു ഡിസേർവ് ഇറ്റ്. ബട്ട് യു കീപ് ദിസ് ടു യുവർ സെൽഫ് അണ്ടിൽ യു ഗെറ്റ് ദ പേപ്പേഴ്സ്. യെസ് സർ. നിന്നെ ഇവിടെ ജോലിക്കെടുത്തപ്പോൾ ഇവിടെ പലർക്കും പരാതിയായിരുന്നു. മെറിറ്റ് ബേസിലല്ലാതെ ആദ്യമായി ഞാനൊരു അപ്പോയിൻമെൻറ്റ് നടത്തുന്നു എന്നും പറഞ്ഞു. പക്ഷേ ഈ പ്രോജക്റ്റിൻ്റെ സക്സസ്സോടെ യു ഹാവ് സൈലൻസ്ഡ് ഓൾ ഓഫ് ദം. ആ, പക്ഷേ ഓർക്കേണ്ടത് ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടവനാണ്. എനിക്കറിയാം സർ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ആനന്ദ്. ആനന്ദ് സർ, ഈ സൺഡേ നിനക്കെന്താ പ്രോഗ്രാം? അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല. എന്താ സർ? വെൽ, ഞാൻ കുട്ടികളെ ഒന്നിച്ച് ചെറിയൊരു പിക്നിക് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ആഴ്ച. വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ്? സേതു ഉണ്ടാവില്ല, ഞാനും ലേഖയും സുജയും മാത്രം. നീ വരുന്നു? അല്ല, നിങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിനിടയിൽ ഞാൻ അതുകൊണ്ട് തന്നെയാ. ഒരുപക്ഷെ അവിടെ നിന്റെ പ്രസൻസ് ഒരു ആശ്വാസമായിരിക്കും. അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തൊരു ഇമോഷണൽ ടൂറായി മാറും. എൻ്റെ മക്കളോട് സംസാരിക്കാൻ ടോപ്പിക്കില്ലാതെ ഞാൻ ബുദ്ധിമുട്ടും. അതും ഒരു ഗതികേടാണ് ഒരച്ഛന്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ റിയൽ ഫൺ. കുട്ടികൾക്കും അതൊരു ആശ്വാസമായിരിക്കും. എന്തു പറയുന്നു നീ? വരാം സർ. ഗുഡ്. I will let you know the details later, okay? Okay, sir. Bye.
ബാസ്ക്കറ്റ് എടുത്തോ. കാം വാ മോളെ. ഹാർപ്പേഴ്സ് ഫെറി ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. അവിടെയാ ഫെറി. വർഷങ്ങൾക്ക് മുൻപ് അടിമകളായി ജീവിച്ചിരുന്ന ആഫ്രിക്കക്കാരെ ഹാർപ്പർ രക്ഷപ്പെടുത്തിയ അതുവഴിയായിരുന്നു. അയാളെ കുറ്റം ചുമത്തി തൂക്കിക്കൊന്ന സ്ഥലമാണിത്. അത് ശരി. അക്കാലത്തെ മ്യൂസിയം, ആംസ് ആൻഡ് അമ്യൂണിഷൻസ് എല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വാ കാണാം. ആഹാ. ദാ അവിടെയാണ് രണ്ട് ചേച്ചി, look at നദികളും that. ചേരുന്ന സ്ഥലം. കണ്ടോ? Wow. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് കാലം മുമ്പ്, ദേ ഈ പിള്ളേരൊക്കെ ജനിക്കുന്നതിന് മുൻപ്, എൻ്റെയും സേതുവിൻ്റെയും ഫേവറേറ്റ് പിക്നിക് സ്പോട്ടാണിത്. ഇവിടുത്തെ ഈ സൈലൻസ് ബോറിംഗ് ആണ് ചിലപ്പോൾ. വൈ ഡോണ്ട് യു സിംഗ് എ സോങ്? പാടണോ? അല്ലെങ്കിൽ ഞാൻ പാടും. പാടാൻ അല്ല മോളെ. മഞ്ഞിൽ നീരാവി പോൽ മങ്ങി നിൽക്കും നിലക്കണ്ണാടിയാരോ തുടച്ചു വയ്ക്കുന്നു. മെല്ലെ തെളിഞ്ഞിതാ നിൻ സ്മിതം പണ്ടിരെ കണ്ണാടി നമ്മെ പകർന്നെടുത്തില്ലയോ. എത്ര വർഷങ്ങൾക്കു ശേഷമാണിത്രയ്ക്കു ഹൃദ്യമായി വന്നു നിറഞ്ഞതെന്നുള്ളിൽ നീ. കാലങ്ങളായി തപം കൊള്ളുന്ന ചിപ്പിതൻ ആത്മാവിലേക്കൂർന്ന വെൺമഞ്ഞു തുള്ളി പോ. പാതയിൽ പൂവും നിലാവുമുണ്ടെങ്കിലും പാതയകറ്റുന്ന ദൂരദൂരങ്ങളിൽ നേരുകളങ്ങനെ നീളുന്നു നീറുന്ന നേരിലൂടങ്ങനെ അങ്ങനെ പോകുന്ന. സുജ, സമയം ഇപ്പം എത്രയെന്ന് വല്ല ബോധമുണ്ട് എൻ്റെ മോക്ക്? വീക്കെൻഡ് ആണെന്ന് കരുതി പണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ലല്ലോ. I slept late yesterday, Mom. It was so nice. അച്ഛൻ്റെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എത്ര നാളാവുന്നു. Felt so fresh. അമ്മയ്ക്കും വരാമായിരുന്നു. We really missed you, അമ്മ. വീക്കെൻഡിൽ പിക്നിക്കിന് കൊണ്ടുപോകുന്നത് മാത്രമല്ല അച്ഛൻ്റെ കടമ, അറിയോ? എന്നിട്ട് വലിയ മാഹാത്മ്യം വിളമ്പാൻ വന്നിരിക്കുന്നു. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. Why did you allow us to go then? അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോവില്ലായിരുന്നു. I know, Mom. You can never be yourself. ഞങ്ങളുടെ ലൈഫിൽ അച്ഛൻ്റെ സെക്യൂരിറ്റി വേണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ല. എന്താഗ്രഹം?
ഐ ജസ്റ്റ് വാണ്ട് സം പീസ്. ആ, ലേഖ എവിടെ? അച്ഛൻ്റെ പുന്നാരമോള് രാവിലെ മുതൽ കാണുന്നില്ലല്ലോ. എനിക്കറിയില്ല. ഐ വാസ് അബൌട്ട് ടു ആസ്ക് യു. ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചിരുന്നാണല്ലോ. ഇത്ര നേരത്തെ എഴുന്നേറ്റ് വെയർ ക്യാൻ ഷി ഗോ? ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഈശ്വര. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ബാക്കിയുള്ളവർ വെറുതെ ഇവിടെ കിടന്ന് വിഷമിക്കാൻ. ഷീൽ ബി ബാക്ക് മാം. വറി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഷീസ് നോട്ട് ദ ഓൾഡ് ഗേൾ എനിമോർ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? സംതിങ് ഹാസ് ഹാപ്പൻഡ് ടു ഹർ. അമ്മയുടെ ജോലി തിരക്കിനിടയിൽ അമ്മയ്ക്കത് ശ്രദ്ധിക്കാൻ സമയം കിട്ടിക്കാണില്ല. ബട്ട് ഐ നോ ഹർ. നല്ലതെന്തോ, ഒരുപാട് നല്ലതെന്തോ ഉണ്ട് ഇപ്പം അവളുടെ ലൈഫിൽ. ഹായ്. ഹായ്, വാട്ട് എ സർപ്രൈസ്. ഇത് ആരാ ഇത്? എന്തു പറ്റി ഇത്ര കാലത്ത് തന്നെ അടിയന്റെ വീട് സന്ദർശിക്കാൻ? I want to talk to you. എനിക്ക് അത്യാവശ്യമായി ആനന്ദിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്നിട്ടാണോ വന്ന കാലത്ത് തന്നെ ഇവിടെ നിൽക്കുന്നേ? കം ഇൻസൈഡ്. No. Can we go outside? ഇപ്പോഴോ? ഈ വേഷത്തിലോ? എനിക്ക് ഓഫീസിൽ പോകേണ്ടതാ. So what? പോയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. Come on. അല്ല, Come on. ഇനി പറയാലോ. എന്താ തനിക്ക് ഇത്ര അത്യാവശ്യമായിട്ട് സംസാരിക്കാനുള്ളത്? ഇറങ്ങ്, പറയാം. വാ. ഈ നടു റോഡിൽ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഹാ, താൻ കാര്യം പറയടോ. What do you think of me? ഇത് ചോദിക്കാനാണോ ഈ വെളുപ്പാങ്കാലത്ത് എൻ്റെ ഓഫീസും കളഞ്ഞ് ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്നത്? Hey, I'm serious. എന്നെക്കുറിച്ച് എന്താ ആനന്ദിന്റെ അഭിപ്രായം? പണത്തിന്റെ തിളപ്പുള്ള ലൈഫ് ഒരു ജോക്കായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫൂൾ, അതോ തോന്നിവാസം കാണിച്ചു നടക്കുന്ന ഒരു ബ്രാറ്റ്? Is it? ആര് പറഞ്ഞു? ഐ തിങ്ക് യു ആർ എ വെരി ഇൻ്റലിജൻറ്റ് ഗേൾ. വളരെ വളരെ നല്ലൊരു കുട്ടിയാണ് ലേഖ. No. ചുമ്മാ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാ. ലേഖ ഇംപ്രസ് ചെയ്തിട്ട് എനിക്കെന്താ നേട്ടം? എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. പിന്നെ ലേഖയുടെ ചില മാനറിസംസ്, അത് നിങ്ങളുടെ ബ്രിങ്ങിങ് അപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. അല്ല, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എന്താണ് തനിക്ക് പറ്റിയത്? ഇൻഫാക്ട് എൻ്റെ ലൈഫിനെ കുറിച്ച് ഇതുവരെ ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടില്ല. ഇറ്റ്സ് ഓൾവേസ് ബിൻ ഫുൾ ഫോർ മീ. ചോദിച്ചതെല്ലാം അതിൻ്റെ ഇരട്ടിയായി തിരിച്ചു തന്നിട്ടേ ഉള്ളൂ ഇതുവരെ. ലക്കി ഗേൾ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഐ ആം മോർ ഓഫ് എ ബോയ് ദാൻ എ ഗേൾ. എന്താ ലേഖ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹേയ്, ടെൽ മീ, എന്തോ ഉണ്ട് തൻ്റെ മനസ്സിൽ? ലേഖയ്ക്ക് എന്നോടത് പറയാൻ ഒരു മുഖവരയുടെ ആവശ്യമുണ്ടോ? യെസ്, ഐ നോ. ആനന്ദിന് അറിയാമല്ലോ അത്. ദ വേ ഡാഡ് ആൻഡ് മോം ഗോട്ട് സെപ്പറേറ്റഡ്, അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് എന്നെയാണ്. പുറമേക്ക് എല്ലാവരോടും ചിരിച്ച് അഭിനയിച്ച് ഒന്നുമില്ലെന്ന് ബിഹേവ് ചെയ്യാൻ ഞാൻ വെറുതെ ശ്രമിക്കുകയാണ്. ബട്ട് ഐ ആം ഡൗൺ ലൈക്ക് എനിത്തിങ്. സി ലേഖ, എനിക്ക് മനസ്സിലാവും. പക്ഷേ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലവും നമ്മുടെ ലൈഫിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പേരും പറഞ്ഞ് താൻ തൻ്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. യു ഹാവ് എ ലൈഫ് അഹെഡ് ഓഫ് യു. തൻ്റെ അച്ഛനും അമ്മയും ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ബാക്ക് ടുഗദർ. പിരിഞ്ഞിരിക്കുന്ന ഈ പീരീഡൊക്കെ ലൈഫിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഫേസ്, അത്രേ ഉള്ളൂ. ബി ബ്രേവ്. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ കരയുന്ന ഓർഡിനറി പെണ്ണായ ലേഖയെ എനിക്കറിയില്ലല്ലോ. This is what Anand. ഈ caring, ഈ warmth, ഈ reassurance. You make me mad, you know? ലേഖ, തന്നെ പോലെ ഇങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. ഇതുപോലെ ഉപദേശിക്കാൻ, വഴക്കു പറയാൻ,
സ്നേഹിക്കാൻ, അങ്ങനെ ഒരാൾ. അയാൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും, എന്ത് റിലീഫായിരിക്കും അല്ലേ ആനന്ദ്? തൻ്റെ മുഖത്ത് നോക്കി ഇപ്പോൾ ഇത് പറയാൻ എനിക്കൊരു ചമ്മലും തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ എനി ഡിസ്ഗ്രേസ് ടു ടെൽ യു ദാറ്റ് ഐ ലവ് യു. ഐ ലവ് യു ആനന്ദ്. ഐ വാണ്ട് യു എൻ്റെ കൂടെ, എൻ്റെ ലൈഫ് മുഴുവനും. പ്ലീസ്. എന്താ താൻ പറയുന്നേ? ഭ്രാന്ത് പിടിച്ചോ തനിക്ക്? വൈ? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? യു ഡോണ്ട് ലവ് മീ? ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ല. മിനിറ്റുകളും കൊണ്ട് കാമുകന്മാരെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഫ്ലേർട്ടായിട്ടല്ല ആനന്ദിനെ കാണുന്നു എന്നറിയാം. യു നോ മീ. ആനന്ദിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടാണ്. ഇത്രയും അടുത്ത് എന്നെ അറിയാൻ ആരും ശ്രമിച്ചിട്ടില്ല, ആരും. അതിൻ്റെ എല്ലാ കോൺസിക്വൻസസ് ആലോചിച്ച് അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. വിൽ യു മാരി മീ ആനന്ദ്? സി ലേഖ, I just want an answer. Yes or no. നോക്കൂ ആനന്ദ്, I have never been in love all my life, all these years. And you know how it feels. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചുറ്റിനും ആനന്ദിൻ്റെ മുഖമാണ്. All round me. ലേഖയോട് ഞാൻ എന്താ പറയേണ്ടത്? Now don't show attitude. എന്നെ ഡം ചെയ്യാനുള്ള ഗട്ട്സും ക്വാളിഫിക്കേഷനും ഒന്നുമില്ല ഈ തനിക്ക്. ഓ സത്യം. ലേഖ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടാൻ പോകുന്ന പാർട്ട്ണറെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള എൻ്റെ സങ്കല്പത്തിലെ പെൺകുട്ടിക്ക് ലേഖയുടെ മുഖമല്ല. ഐ എം സോറി ലേഖ. ലേഖ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഇഷ്ടം പോലും പ്രായത്തിൻ്റെ ഇൻഫാക്ച്വേഷനായിട്ടേ ഞാൻ കാണും. ഒരല്പം ആശ്വാസമായി വരുന്ന ഒരാളോട് തോന്നുന്ന സ്നേഹമെന്ന് പോലും ഉറപ്പിച്ച് വിളിക്കാനാവാത്ത ഒരു ഫീലിംഗ്. അതല്ലേ സത്യം? വി ക്യാൻ ബി ഫ്രണ്ട്സ് ലേഖ. നമുക്ക് നല്ല കൂട്ടുകാരായിരിക്കാം. പ്ലീസ് ലേഖ, എനിക്കിഷ്ടമാണ് നിന്നെ, നിന്റെ ക്യാരക്ടർ, നിന്റെ സ്മാർട്ട്നെസ്, നിന്റെ സംസാരം. ബട്ട് അത് നീ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ലെറ്റ്സ് ഫോർഗെറ്റ് ദിസ് ലേഖ. ഹേ ലേഖ, ലേഖ വെയിറ്റ്. ലേഖ ലിസൺ. ഹായ് ചേച്ചി, where have you been? നീ എന്താ ഈ തണുപ്പത്തിരിക്കുന്നേ? ഇനി വല്ല പനി പിടിക്കാൻ ഇത് മതി. വാ അകത്ത് പോവാം. ആ പനി വരുന്നുണ്ടേ വരട്ടെ. എന്ത് രസാ ഇവിടെ. നൈസ് ക്ലൈമറ്റ്. What do you think of love, ചേച്ചി? It's strange അല്ലേ? The stupidest feeling. It makes you think so weird. മണ്ടത്തരം, ഒക്കെ വെറും മണ്ടത്തരം. What, Lika? Nothing. Nothing at all. ഓർക്കുമ്പം തന്നെ എല്ലാം ഒരു ബിഗ് ഫുളിഷ്നെസ്. Stupid me. Hey, what? ഞാൻ വെറുതെ പറഞ്ഞതാ. Poor joke as usual. Now you go and have something. ഞാനിവിടെ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. It's nice to be alone at times. I said go. Okay. And close the door, Chichi. I shall do that. $500,000. ഇത് വില കുറച്ച് കൂടുതലല്ലേ? നമുക്ക് ബിഡ് ചെയ്തിരിക്കുന്ന റേറ്റാണിത്. ലെറ്റ് സി. ഇന്നൊരു ദിവസം നമുക്ക് ട്രൈ ചെയ്യാം. എത്ര ബയേഴ്സ് വരുമെന്ന് നോക്കാമല്ലോ. ടേക്ക് ഇറ്റ് ഈസി. ചേച്ചിയുടെ ആദ്യത്തെ സെയിലായോണ്ടാ. ആ ഇതാരോ വരുന്നുണ്ടല്ലോ.
Welcome, sir. Hello, Hi. May I know your name? my name is Wayne. Good to see you, Mr. Waith. Thanks. And you're at the right place. I hope so. I'm sure. This is a beautiful house. You want to live in for the rest of your life. Okay, let me see. Nice atmosphere. Actually, this is just a couple of years old. Thanks. And it's been occupied for hardly 1 Yeah, year. Come in, yeah. sir. Come in. Come in, please. You see, this is your living Oh, room. it's nice. For all your comfort. It's really large. Come in. So, what do you think, Mr. Yeah, Wayne? we really like this, but let's have a look also at the outside. Oh, yes. Thank Go you. ahead. വലയിൽ വീഴുന്ന ലക്ഷണമാ. This is your exquisite kitchen, fully furnished. Oh, it's really nice timber. Okay. And then that's your family room. Look, darling, beautiful. What a nice fireplace over there. Nice. Come. We like the place, but 500,000 seems too much. Don't you think so? You need to pay a price for your Okay, dream house, madam. fine. Anyway, so we will sign the contract tomorrow. Oh, that's fine. Yeah. Thank Take you, care. sir. Have a nice Bye day. bye. 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 See you. Bye. See you tomorrow. Bye. Great. ഇന്ന് നല്ല ദിവസമായിരുന്നല്ലോ. ഒരു ദിവസം കൊണ്ടൊരു സെയിൽ നടക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ അപൂർവ. Hi, Mom. See you tomorrow. Bye. Oh dear. I am so happy today. An independent sale. അമ്മ തനിച്ച്. Can you believe it? ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ അമ്മ ഈ തിരക്ക് അഭിനയിച്ച് കാണിക്കുന്നത്? ഒന്നിനും അച്ഛനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓ അമ്മേ. I just said, forget it, Mom. പോവാം. ലേഖ മോളെ Hi, Dad. മോളെ വാതിൽ തുറന്നടക്ക. കം ഫാസ്റ്റ്. മോളെ വാടാ. ഹൗ ആർ യു മൈ ഡിയർ? ഓഫീസ് വിട്ട് അച്ഛനിപ്പം വന്നതേ ഉള്ളൂ. ആട്ടെ, അന്ന് പിക്നിക് കഴിഞ്ഞ് പോയിട്ട് നീ എന്നൊന്ന് വിളിച്ച കൂടിയില്ലല്ലോ. യു ആർ ദാറ്റ് ബിസി. I'm going back, Dad. വാട്ട്? തിരിച്ചു ഫ്ലോറിഡയിലേക്ക്. Enough of vacation. ബട്ട് വൈ? നിനക്കവിടെ ക്ലാസ്സസ് റെസ്യൂം ചെയ്യാൻ ഇനി സമയമുണ്ടല്ലോ. വാട്ട് ഹാപ്പൻഡ്? Nothing. I just feel like going back. ഇവിടെ no fun here anymore. അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഒരു ഡിസിഷൻ എടുക്കില്ല എൻ്റെ മോള്. ടെൽ മീ, എന്താ നിനക്ക്? യു ലുക്ക് സോ ഡൾ. I told you, na, Dad. എനിക്ക് ഇവിടുത്തെ വെക്കേഷൻ മതിയായി. Enough of everything. അച്ഛനാണോ കാരണം? അത്ര വലിയ തെറ്റാണോ അച്ഛൻ നിങ്ങളോട് ചെയ്തത്? ആ ക്വസ്റ്റ്യന് ഞാനല്ലല്ലോ ആൻസർ പറയേണ്ടത്. യു ഹാവ് ടു ആസ്ക് യുവർ സെൽഫ്, റൈറ്റ് ഡാഡ്? പോകുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോടല്ലേ ആദ്യം പറയാറുള്ളത്. സ്റ്റിൽ നോട്ട് ചേഞ്ചിങ് ദ റൂൾസ്. കേൾക്കുമ്പോൾ അമ്മ കുറേ ബഹളം വയ്ക്കും. ക്ലാസ് ഇല്ലാതെ വെറുതെ കറങ്ങി നടക്കാൻ പോവാണെന്ന് പറയും.
I don't want to hurt her now. But I have to go. I have to go, Dad. മോളെ കമോ, എന്താ നിനക്ക് പറ്റിയത്? എന്തും ആദ്യം അച്ഛനോട് തുറന്നു പറയാറില്ലേ നീ? ഐ ഹാവ് ദ റൈറ്റ് ടു നോ. ഇത്രയ്ക്കും വിഷമിക്കാൻ സഹിക്കാൻ പറ്റാത്ത എന്താ എൻ്റെ കുട്ടിക്ക്? ടെൽ മീ. I'm in love, Dad. വാട്ട്? Yes, a lot more. ആദ്യം കണ്ടപ്പോ ഞാൻ ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ഡയമെൻഷനിൽ ഞാൻ അയാളെ സ്നേഹിച്ചു പോയി. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് മൈ ഡിയർ. ഹു ഈസ് ദാറ്റ് ലക്കി ഗൈ? അതിൻ്റെ പേരിൽ നീ എന്തിനാ വെക്കേഷൻ മതിയാക്കി തിരിച്ചു പോകുന്നത്? ഇറ്റ് സൗണ്ട് സ്ട്രേഞ്ച്. But he's different, Dad. അയാളുടെ ഡ്രീംസിൽ ഫ്യൂച്ചറിൽ ഒന്നും ഞാനില്ല. Not even in his thoughts. What do you mean? Doesn't love me, Dad. And you know how it feels. I can't stand this. ഈ ഒരു സില്ലി കാര്യത്തിനാണോ നീ തിരിച്ചു പോകുന്നത്? ഏയ്, you can't be that foolish. It hurts, Dad. It hurts a lot. അച്ഛൻ അത് മനസ്സിലാവില്ല. Who is he? നിന്നെ ഇത്രയ്ക്ക് ഇംപ്രസ് ചെയ്യാൻ ആരായാള്? അതിനൊന്നും ഒരു റിലവൻസ് ഇല്ലല്ലോ. He doesn't want me. അവിടെ തീരുന്നു എല്ലാം. Full stop. He's a fool. അതാരായാലും. How can someone reject you? അത്രയ്ക്ക് മിടുക്കിയ കുട്ടിയല്ലേ എൻ്റെ മോള്? അയാളെക്കാൾ എന്തുകൊണ്ടും ക്വാളിഫൈഡ് ആയ എത്ര പേരെ വേണം എൻ്റെ മോൾക്ക്? ഒരു ലൈനായിട്ട് അച്ഛൻ ഇവിടെ നിരത്തി നിർത്തില്ലേ? യു ക്യാൻ ചൂസ്. അല്ലാതെ ഒരു ചീപ്പ് റൊമാൻസിൻ്റെ പേരും പറഞ്ഞു യു കോണ്ട് ഗോ ബാക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നീ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ഡിഡ് യു ഗെറ്റ് ദാറ്റ്? I have to, Dad. I'm sorry. ഈ യാത്ര I need it for myself. ആവശ്യമില്ലാത്തൊരു മെമ്മറിയായി അയാളെ മറന്നു കളയാൻ.